ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ദേശീയപാതയിൽ പോലും യുദ്ധവിമാനങ്ങൾ ഇറക്കാനുള്ള സൗകര്യം നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളോട് ചേർന്നുള്ള അസ്സാമിനടുത്ത് ഏതാണ്ട് ചൈനയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനം ഹൈവേയിൽ ഇറക്കാൻ പോവുകയാണ്. കൂടാതെ നമ്മുടെ ഫൈറ്റർ വിമാനങ്ങളും ഇറങ്ങും. നമുക്കറിയാലോ, ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് പുൽവാമയിൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ജവാന്മാർക്ക് അവർ സഞ്ചരിച്ചിരുന്ന ട്രക്കുകൾക്കിടയിലേക്ക് ഒരു വാഹനം കൊണ്ട് ഇടിച്ചു കയറ്റുന്നു. ഏതാണ്ട് 40ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. അന്ന് ഒരുപക്ഷെ നമ്മളൊന്ന് പതറിക്കാണും. ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കരുത്. എന്തിന്? നമ്മുടെ വ്യോമത്താവളങ്ങളെ ആക്രമിച്ചാൽ പോലും ഹൈവേയിൽ നിന്ന് യാത്രാ വിമാനങ്ങളും അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങളും ഒക്കെ പറന്നുയരാനും പറന്നിറങ്ങാനും ഒക്കെയുള്ള കഴിവുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. ഒരു വളർച്ചയുടെ അടുത്ത ഘട്ടമല്ലേ ഇത്? ഇന്ത്യ വളരുന്നു എന്നുള്ള കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് സംശയമില്ല. കാരണം ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഡിസ്കഷൻസിലൊക്കെ എപ്പോഴും ഇന്ത്യയുടെ സാന്നിധ്യമുണ്ട്. ഇന്ത്യയില്ലാതെ ഒരു ചർച്ചയും ഇല്ലാത്ത തരത്തിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയുടെ ഇടപെടൽ ശേഷിയെ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം, ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഇടപെടലുകൾ എന്ന് പറയുന്നത് ലോകത്ത് ഇന്ത്യയുടെ ആവശ്യകത എന്ത് എന്ന് ബോധ്യപ്പെടുത്തിയതാണ്. നമുക്കെതിരെ കടുത്ത തീരുവ നിശ്ചയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ചൈനയുമായും റഷ്യയുമായും അതേപോലെ ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക മുതലായിട്ടുള്ള രാഷ്ട്രങ്ങളുമായിട്ട്, ഇറാൻ അടക്കമുള്ള രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും പുതിയ തരത്തിലുള്ള ലോബിയിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയെ ഇന്ത്യ മാറുകയും ചെയ്തു. അത് ഒരു വശത്ത് നടക്കുന്ന ഒരു കാര്യം. മറുവശത്ത് നമ്മുടെ മിലിറ്ററി സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ ശക്തമായി കഴിഞ്ഞിരിക്കുക. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പവർ ഹൗസായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യ ഒരു പവർ ഹൗസാക്കി മാറ്റുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധോപകരണ സജ്ജീകരണങ്ങൾ, യുദ്ധോപകരണ നിർമ്മാണ സംവിധാനങ്ങൾ, മിസൈൽ നിർമ്മാണ പദ്ധതികൾ, അങ്ങനെ എന്തെല്ലാം മേഖലകളിലാണ് നമ്മൾ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഏറ്റവും വികസിതമായിട്ടുള്ള രൂപമാണ് ഇപ്പോൾ നമ്മൾ വടക്കിഴക്കൻ മേഖലയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഹൈവേയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിമാനത്തിൽ ചെന്നിറങ്ങുന്നു. റോട്ടിൽ വിമാനം ഇറക്കും. പഴയകാലത്ത് നമ്മളുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥി സാറാമ്മ. ആ സിനിമയിൽ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്ന തോട്ടുംപക്കത്ത് വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും എന്നുള്ളതാണ്. നോക്കൂ എത്ര മനോഹരമായി നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ കടന്നിയല്ല, റോഡ് പോലും ഇല്ലായിരുന്ന സ്ഥലത്ത് വിമാനത്താവളം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ വിമാനത്താവളമാണ് റോഡ് എന്ന് പറയുന്നത് വിമാനത്താവളമാണ്. രണ്ടും പറയാം. റോഡിന് വിമാനത്താവളം എന്ന് പറയാം, വിമാനത്താവളത്തെ റോഡെന്ന് പറയാം. അത്തരത്തിൽ മാറ്റി ശത്രു രാജ്യങ്ങളെ നമ്മൾ അമ്പരപ്പിക്കുകയാണ് ചെയ്യുന്നത്. നീയൊന്നും ഇതിൻ്റെ അടുത്തേക്ക് വരില്ല, വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീർത്ത് കളയും എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് ഇന്നത്തെ ദിവസം തന്നെ മോദി തിരഞ്ഞെടുത്ത് ഉദ്ഘാടനത്തിന് വെച്ചിരിക്കുന്നു എന്നുള്ളത് ശത്രുക്കൾക്കുള്ള ഏറ്റവും കടുത്ത സൂചനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിനകത്ത് ഏറ്റവും ആദ്യം വരുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായാൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ വികസനത്തിന് ആദ്യഘട്ടം അത് വരത്തുള്ളൂ. അതിനനുസരിച്ചാണ് ആ രാജ്യത്തിനകത്തോട്ട് മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ വ്യവസായികൾ മറ്റ് ഡെവലപ്മെൻറ്റ്സിനുള്ള രീതികൾ ഒക്കെ വരുന്നതും അല്ലെങ്കിൽ ഉണ്ടാകുന്നതും. സപ്ലൈ ചെയിനും ഇൻഫ്രാസ്ട്രക്ചറും അത് വികസിപ്പിച്ചിരിക്കുന്നു. നമ്മൾ 2014 ശേഷം വ്യോമവും അല്ലെങ്കിൽ നാവികവും അല്ലെങ്കിൽ റോഡ് മാർഗവും ഒക്കെ നമ്മൾ നോക്കും, വലിയ വികസനമാണ്. അതിന് ഏറ്റവും വലിയ വലിപ്പം കണ്ടത് അതിൻ്റെ കാരണം നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുന്നത്, ഇപ്പോൾ പിയേഴ്സൺ മാസ്റ്റർ പറഞ്ഞത്, പണ്ട് നമ്മുടെ ഇവിടുത്തെ പഴയ 60കളിലെ 70കളിലെ കണ്ടൊരു പാട്ടായത് എന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം, അല്ലാതെ രാഷ്ട്രീയക്കാർ നമുക്ക് മോഹന വാഗ്ദാനം നൽകുന്നു, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ആ പാട്ട് വന്നത്. ശരിക്കും അത് മോഹന വാഗ്ദാനമല്ല, ഇതും നടപ്പാകും എന്നുള്ളതാണ് മോദി തെളിയിച്ചിരിക്കുന്നത്. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ആ മേഖലയിൽ എങ്ങനെ നമ്മൾ രാജ്യത്തെ കരുതും എന്നുള്ളിടത്ത് ഇനി എവിടെയായാലും രാജ്യത്തെ കരുതാൻ വേണ്ടിയുള്ള സെറ്റപ്പ്, ആ സംവിധാനത്തേക്ക് ഒരു രാജ്യം ഉരുത്തിരിയുകയാണ്. ഇന്ന് പുൽവാമ ഏതാണ്ട് വാർഷികം അല്ലെങ്കിൽ നമ്മുടെ വേദന, ആ വേദനയുടെ ദിവസത്തിൽ ശത്രുക്കൾക്ക് നമ്മുടെ രാജ്യത്തിൽ കടന്നു കയറാൻ പഴുതുകളില്ലാത്ത രീതിയിൽ പഴുതുകൾ അടച്ച് അല്ലെങ്കിൽ ശത്രുക്കൾ വന്നാൽ എവിടെ നിന്നും നമുക്ക് യുദ്ധം ചെയ്യാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് റോഡിൽ വിമാനം ഇറക്കാൻ പറ്റുന്നു. സമയം പറഞ്ഞത് വലിയ കാര്യം. റോഡാണോ വിമാനത്താവളമാണോ, റോഡാണോ വിമാനത്താവളം, ഇതുപോലെ നമ്മുടെ മൊത്തം ആവില്ല. ഇത് നമ്മൾ UP കണ്ടുകൊണ്ടിരിക്കുന്നു. UP നമ്മൾ അതിശയത്തോട് ഇത് ഇങ്ങനത്തെ റോഡ് എന്തിന് അല്ല രാജസ്ഥാൻ. അപ്പോൾ ഇപ്പം മൊത്തം ഇടായി, നമുക്ക് പറ്റാത്തിടത്ത് വരെയായി. ആ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പം 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്നിടത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ത്രെട്ടും അല്ലെങ്കിൽ രാജ്യത്തെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നുഴഞ്ഞു കയറാൻ അല്ലെങ്കിൽ
നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത രീതി, അവിടെ മൊത്തം റോഡായി, അവിടെ മൊത്തം പറ്റാത്തിടത്ത് ട്രെയിൻ ഗതാഗതമായി, അല്ലെങ്കിൽ ഭൂഗർഭ ട്രെയിൻ ഗതാഗതമായി, അല്ലെങ്കിൽ ബങ്കറുകളായി, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ എല്ലാ രീതിയിലും ഒരുക്കി. അതായത് എങ്ങു നിന്നും രാജ്യത്തെ ആക്രമിക്കാൻ ശത്രുക്കൾക്ക് സാധിക്കാത്ത വിധം, അഥവാ ആക്രമിക്കണമെന്ന് പ്ലാൻ ചെയ്താൽ ഒക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നു. അതായത് ഈ ഉദ്ഘാടനത്തിന് വലിയ പ്രത്യേകതയുണ്ട്. പ്രധാനമന്ത്രി ആ റോഡിൽ ഇത്രയും വലിയ സെക്യൂരിറ്റി ത്രെട്ടുള്ള മനുഷ്യന് ഒരു രീതിയിലും ഭയക്കേണ്ട, അദ്ദേഹത്തിൻ്റെ വിമാനം വരെ അവിടെ ഇറക്കാം, അല്ലെങ്കിൽ ശരിക്കും പാസഞ്ചർ വെഹിക്കിൾ വരെ റോഡിൽ ഇറക്കാമെന്ന് അതിൻ്റെ അർത്ഥം. കാരണം വിമാനം ഈ നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ വന്നിറങ്ങുമെന്ന് വേണ്ട, മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ ഇറങ്ങുക, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒത്തിരി പ്രത്യേകത ഉണ്ട് വിമാനത്തിന്. അല്ലെങ്കിൽ അത്തരം വിമാനങ്ങൾക്ക് അതിൻ്റെ വലിപ്പത്തിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യയുടെ മറ്റു ചിലവ് കൊണ്ടോ ആ രീതിയില്ല. പക്ഷെ അങ്ങനെയല്ല, ഏത് വിമാനവും ഇറക്കാം. ആ രീതിയിലേക്ക് രാജ്യത്തെ ഉരുത്തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തികളെ സംരക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ രാജ്യം അത്രയ്ക്ക് വലിയ പ്രതിരോധ സംവിധാനങ്ങളും പ്രതിരോധ കരുത്തും ഒക്കെയുള്ള രാജ്യവുമായിട്ട് തെളിയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ സുഖോയ് അല്ലെങ്കിൽ റഫേൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് 40 ടൺ ഭാരമുള്ള വിമാനങ്ങളാണ്. 74 ടൺ ഭാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിക്കുന്ന യാത്രാ വിമാനത്തിൽ. അപ്പോൾ ഇത്രയും ഭാരമുള്ള വിമാനങ്ങൾ വന്നിറങ്ങാനുള്ള ഫെസിലിറ്റി എയർഫോഴ്സുമായിട്ട് സഹകരിച്ച് നമ്മൾ തയ്യാറാക്കി വെക്കുകയാണ്. അതായത് ഒരു എമർജൻസി ലാൻഡിങ് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഹൈവേയിൽ പോലും വിമാനങ്ങൾ നമുക്ക് ഇറക്കാൻ കഴിയും എന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റുന്നു. ഇപ്പോൾ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസാമുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ചൈനീസ് മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. 100 കിലോമീറ്റർ ദൂരത്തിലാണ് വിമാനം ഇറക്കാൻ പോകുന്നത്. അപ്പോൾ എത്രയൊക്കെ ഈ പറയുന്ന സെക്യൂരിറ്റി ത്രെട്ട് ഒരു കാലത്ത് ഇന്ത്യ അനുഭവിച്ചുവെങ്കിൽ നമ്മളതിനെയൊക്കെ എത്ര കൃത്യമായിട്ട് മറികടക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിമാനം ചൈനയുടെ 100 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾക്കൊക്കെ അവിടെ ഇറങ്ങാൻ വളരെ എളുപ്പമായിരിക്കില്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ സൈന്യ മേഖലയിലുള്ള മുന്നേറ്റം എന്ന് പറയുന്നത് ചെറുതല്ല. നമ്മളുണ്ടാക്കുന്ന റോക്കറ്റുകൾ, മിസൈലുകൾ, അതുപോലെ മറ്റ് യുദ്ധോപകരണങ്ങൾ, അത് വിൽപ്പന നടത്തുന്ന തരത്തിലേക്ക് പോലും ഇന്ത്യ മാറിക്കഴിഞ്ഞു. അതെ, നേരത്തെ നമ്മളൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രാൻസുമായിട്ടുണ്ടാക്കിയ കരാറിൽ നമ്മൾ ഒരുപാട് റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നുണ്ട്. അതിന് വലിയ സാധ്യതകളാണ്. നമ്മളുടെ കിഴക്കൻ മേഖലകൾ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ശത്രു രാഷ്ട്രങ്ങളെന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ, ചൈന, പാകിസ്ഥാൻ, ഇത് ബംഗ്ലാദേശ്, ഇപ്പോൾ ബംഗ്ലാദേശ്. അപ്പൊ ഇവരെല്ലാം അഫ്ഗാനിസ്ഥാൻ ഇപ്പൊ നമ്മുടെ മിത്രമാണ്. എപ്പോ മാറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ സൈനിക നേതാക്കൾ സാധാരണ രീതിയിൽ പരിശോധിക്കുന്ന സമയത്ത് ഇവൻ ശത്രുക്കെതിരെയും ശത്രുവായിട്ട് കണക്കാക്കിയിട്ട് ഇവരൊക്കെ കൂടി ഒരുമിച്ച് നമ്മൾ ആക്രമിച്ചാൽ എങ്ങനെ നമ്മൾ തിരിച്ചടിക്കും എന്ന് പരിശോധിച്ചിട്ടാണ് ഈ സൈനിക നേതൃത്വം സർക്കാരിൻ്റെ പിന്നിലേക്ക് പ്രതിരോധ പദ്ധതികൾ അവതരിപ്പിക്കുന്നത്. ആ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നത്. കാരണം ഒരേ സമയത്ത് 2 സ്ഥലത്ത് നിന്ന് അക്രമം ഉണ്ടായാൽ 2നെയും അടിച്ചു വരുത്താനായിട്ടുള്ള കഴിവുള്ള വിമാനങ്ങളാണ്. അപ്പോൾ 2 റാഫേൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ശത്രുക്കളെയും ഒരേ സമയത്ത് അടിച്ചു വീഴ്ത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ. അതിനാവശ്യമായ രീതിയിൽ അതിൻ്റെ എണ്ണം, എങ്ങനെയൊക്കെയാണ് അപ്പുറത്തുനിന്ന് വരുന്ന എതിർപ്പുകൾ, അക്രമങ്ങൾ, അതെല്ലാം മുൻകൂട്ടി ഹൈപ്പോത്തറ്റിക്കലാണ്. അതിങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും, അവരിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കും എന്നെല്ലാം ഇവർ തീരുമാനിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സമ്പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മളിപ്പോൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ലോകത്തെ ഏറ്റവും വലിയ പവറുകൾ, അത് നേരത്തെ കുറച്ച് വൻശക്തികൾ എന്ന് പറഞ്ഞിട്ട് 5 എണ്ണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്നുമല്ല, നമ്മൾ അവർക്കൊപ്പം ഏത് സമയത്തും അടിക്കാൻ തയ്യാറാവുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ലോകത്തിലെ ഇപ്പം ഈ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്ത 4 രാജ്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ റഷ്യ, അമേരിക്ക, ചൈന. 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യ നേരിട്ടൊന്നും ആക്രമിച്ച് കീഴ്പ്പെടുത്താനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എയർഫോഴ്സിനെ അത്രയും മികവുള്ളതാക്കുന്നു. നമ്മുടെ നേവിയുടെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും മറ്റ് രാജ്യങ്ങൾക്കറിയില്ല. കരസേനയുടെ കരുത്തൊക്കെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നീക്കം എന്നൊക്കെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനുമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് വളരെ മുകേഷ് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മിത്രമെന്ന് പറയുമ്പോഴും എണ്ണി വെച്ചേക്കുന്നതിനകത്ത് ആദ്യത്തത് ചൈന തന്നെയാണ്. ഇപ്പൊ അവിടെ ചെന്ന് തന്നെ അദ്ദേഹം ചൈനയ്ക്ക് 100 കിലോമീറ്റർ ഇപ്പുറം തന്നെ ഇറങ്ങി കാണിക്കുന്നതിന്റെ ഉദ്ദേശം, കാരണം അതിനകത്തൊക്കെ ഒരു സിംബോളിക്കലുണ്ട്. കാരണം മോദി അങ്ങനെയാണല്ലോ, ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്, നിന്നെയൊക്കെ അടിച്ച് പരത്തൂടാ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം കൂടി ഉണ്ട്.